ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ചെയ്യുന്നു. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇവൻ ആഫ്റ്റർ ദ സൺ ഹാസ് പാസ്ഡ് ദ വെസ്റ്റേൺ ഹൊറിസോൺ ദ സൺ ഈസ് വിസിബിൾ ഫോർ സം മോർ ടൈം. Similarly, the sun can be seen a few seconds before it reaches the eastern horizon in the morning. What is the reason? അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും, പടിഞ്ഞാറ് അസ്തമിച്ചു, അത് കഴിഞ്ഞാലും കുറച്ച് നേരത്തെ കൂടെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, കിഴക്കുദിക്കുന്നതിന് മുമ്പ് കുറച്ച് സെക്കൻഡ് മുമ്പ് തന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ റീസൺ, അറ്റ്മോസ്ഫിയറിൽ എയറിൽ പല ലെയറുകളായിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആക്ച്വൽ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ണിൻ്റെ ആക്ച്വൽ പൊസിഷൻ ഇതാണെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ ഇവിടെ എയറിലുള്ള പല ലെയറിൽ കൂടിയും കടന്നിട്ടാണ് വരിക. അപ്പോൾ അവിടെ ഓരോ ലെയറിലും ഇവിടെ കാണിച്ചിരിക്കുന്നതല്ലേ, നമുക്ക് റിഫ്രാക്ഷൻ സംഭവിച്ച ശേഷമാണ് ഈ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്ക് വിസിബിൾ ആവുന്ന സൺലൈറ്റ് നേരെ പോകുന്നതായിട്ടാണ്. ഇങ്ങനെ പോകുമ്പോൾ ആക്ച്വൽ പൊസിഷൻ ഇവിടെ താഴെയാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ മുകളിലായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി പറ്റുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ സൂര്യൻ്റെ ആക്ച്വൽ പൊസിഷൻ ഇവിടെ ആണെങ്കിലും നമുക്ക് ഇവിടെ സൂര്യൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലേക്ക് ഈ റിഫ്രാക്ഷൻ കഴിഞ്ഞ് സൺലൈറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ നമുക്ക് ഇവിടെയായിട്ടാണ് തോന്നുക. ഇതേ സംഭവം തന്നെ സൺസെറ്റിലും സൺറൈസിലും സൺസെറ്റിലും അത് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഫിഗറും കൂടെ നോക്കുക. ആക്ച്വൽ പൊസിഷൻ ഇവിടെയാണെങ്കിലും ഇതിലെ വരുന്ന സൺ ലൈറ്റ് റേസ് വന്ന് ഇവിടെ ഓരോ ലെയേഴ്സിലും വന്ന് റിഫ്രാക്ഷന് വിധേയമായിട്ട് വളഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുക. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈനിൽ കാണുമ്പോൾ സൂര്യൻ ഇവിടെയാണെന്നാണ് നമുക്ക് തോന്നുക. ഇതാണ് അപ്പാരൻറ്റ് പൊസിഷൻ. ഇവിടെയാണ് സൂര്യൻ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ ആക്ച്വൽ പൊസിഷൻ ഇവിടെ ആയിരിക്കും. അതിന് കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഉണ്ടാവും, പല ഡെൻസിറ്റിയുള്ള ലെയേഴ്സ് അറ്റ്മോസ്ഫിയറിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ കൂടി വരുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ ആക്ച്വൽ സൺലൈറ്റ് വളഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് റിഫ്രാക്ഷൻ തന്നെയാണ് കാരണം. ഇത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഇതിലും കുറച്ചുകൂടെ മുകളിലായിട്ട് നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. അപ്പോൾ സൺസെറ്റിലും സൺറൈസിലും, സൺസെറ്റ് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ സൂര്യനുള്ള പോലെ നമുക്ക് തോന്നും. അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും നേരത്തെ കുറച്ച് സെക്കൻഡ്സ് നേരത്തെ നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ആൻസർ എഴുതാം. ദ സൺ ഈസ് വിസിബിൾ ടു അസ് ആഫ്റ്റർ ദ ആക്ച്വൽ സൺസെറ്റ്. സൺസെറ്റ് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് നേരം കൂടെ സൂര്യനെ കാണാൻ പറ്റും. ദിസ് ഈസ് ഡ്യൂ ടു ദ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സൺലൈറ്റ്. നേരത്തെ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിലെ പല ലെയറിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ കൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്. Even after the sunset, the light rays from the sun deviated by the layers of atmosphere and reach our eyes. അപ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ലൈറ്റ് റേസിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ലൈറ്റ് റേസ് വളഞ്ഞിട്ടായിരിക്കും ആക്ച്വലി നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത്. സോ ദ സൺ ഈസ് വിസിബിൾ അസ് ആഫ്റ്റർ ദ ആക്ച്വൽ സൺസെറ്റ്. സിമിലർലി, അതുപോലെ തന്നെ ദ റൈസിംഗ് സൺ ഈസ് വിസിബിൾ ടു അസ് ഈവൻ ബിഫോർ ദ ആക്ച്വൽ സൺറൈസ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടി പറ്റും. കാരണം കുറച്ച് താഴെയാണെങ്കിൽ നമ്മൾ കുറച്ച് മുകളിലായിട്ട് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ചുകൂടെ മുകളിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ എപ്പോഴും ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ആക്ച്വലി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ മൂലം ഈ ലൈറ്റ് റേസ് ഡീവിയേറ്റ് ചെയ്ത് വളഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. അടുത്തത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. Have you seen decorative lamps are shown in figure? When light passes through these 5 ways, it emerges only through the fiber tips. What may be the reason? ആ ഫൈബറിൽ കൂടി തന്നെ ലൈറ്റ് പോകുന്നു, പക്ഷെ നമുക്ക് തിളങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇതിൻ്റെ കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. Allow light from a laser torch
ടു ഫോൾ അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ഓഫ് ദ സർഫസ് ഓഫ് വാട്ടർ ടേക്കൺ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ഒരു ട്രഫിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ ഗ്ലാസ് ജാറിനകത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ ലേസർ അടിച്ച് നോക്കും. അപ്പോൾ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്ന പാത്താണ് നമുക്ക് കാണുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മീഡിയംസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഇൻസൈഡ് ദ ട്രഫ്. അവിടുത്തെ മീഡിയം ഒന്നാം ഗ്ലാസ്സിനകത്ത് വെള്ളമാണ് വെച്ചിരിക്കുന്നത്, വാട്ടർ ആൻഡ് എയർ. വെള്ളത്തിൽ കൂടെ കടന്നു വന്നു, പിന്നെ എയറിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. ഡസ് ദ ലൈറ്റ് എൻ്റർ ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം ഓർ ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആ പാത്രത്തിലെ വെള്ളത്തിൽ നിന്നും, വെള്ളം ഡെൻസർ മീഡിയമാണ്, അതിൽ നിന്നും എയറിലേക്കാണ്, എയർ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് എൻ്റർ ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം ഓർ ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഇവിടുത്തെ ആൻസർ ഡെൻസർ മീഡിയത്തിൽ നിന്നും, ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. വാട്ടറിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. ഇതിലടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി, വാട്ട് ഡു യു ഒബ്സർവ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, എന്ത് കാണാൻ പറ്റും? ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹിയർ ദ ലൈറ്റ് എൻഡേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടിക്കൊണ്ടിരിക്കും. ദ ഇൻസിഡൻറ്റ് റേ റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ വാട്ടർ കംപ്ലീറ്റ്ലി വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോവ് എ സ്പെസിഫിക് വാല്യൂ. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗ്രാജുവലി അത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ ദ ഇൻസിഡൻറ്റ് റേ റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ വാട്ടർ, സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കംപ്ലീറ്റ്ലി വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോവ് എ സ്പെസിഫിക് വാല്യൂ. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് വാല്യൂ, ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ ആ സർഫസിന് പാരലായിട്ടത് പോകും. അതിനുശേഷം അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ആ ആംഗിളിലും കൂടിക്കഴിഞ്ഞാൽ അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോവ് എ സ്പെസിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂ ആണ് അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഇത് ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വാല്യൂ എത്തുമ്പോൾ അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ആ ക്രിട്ടിക്കൽ ആംഗിൾ എത്തിക്കഴിയുമ്പോൾ ആ സർഫസിന് പാരലായിട്ട് തന്നെ പോകും. കാരണം ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിൽ കൂടുതലായാൽ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായാൽ ഈ സെയിം മീഡിയത്തിലേക്ക്, ആ വാട്ടറിലേക്ക് തന്നെ അത് തിരിച്ച് റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ വാട്ടർ കംപ്ലീറ്റ്ലി വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോവ് എ സ്പെസിഫിക് വാല്യൂ. ഇനി അതിനെ തുടർന്ന് അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ ലൈറ്റ് റിഫ്ലെക്ട് കംപ്ലീറ്റ്ലി ടു ദ സെയിം മീഡിയം വിത്തൗട്ട് റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ ഇല്ലാതെ ആ സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ വാല്യൂ. ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് എബോവ് എ സ്പെസിഫിക് വാല്യൂ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ ആൻസറും സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ വെൻ ഡസ് ലൈറ്റ് റിഫ്ലെക്ട് കംപ്ലീറ്റ്ലി ടു ദ സെയിം മീഡിയം വിത്തൗട്ട് റിഫ്രാക്ഷൻ. അപ്പോൾ ആ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഇൻസിഡൻറ്റ് ആംഗിൾ കൂടിക്കഴിയുമ്പോഴാണ്. ഇതിൻ്റെ ആൻസർ ഈ സ്പെസിഫിക് വാല്യൂ അത് ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ആ സ്പെസിഫിക് വാല്യൂ അതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതായാൽ സെയിം മീഡിയത്തിലേക്ക് തിരിച്ച് റിഫ്ലെക്ട്. ഇനി ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അവിടെ ഓരോ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ എയിൽ എ ബി എന്ന ഇൻസിഡൻറ്റ് റേ അത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ബി സി എന്ന റേ റിഫ്രാക്ട് ചെയ്തിട്ട് പോകുന്നു. ഇനി ബി എന്ന ഫിഗറിനകത്ത് എ ബി എന്നുള്ള റേ, ഇൻസിഡൻറ്റ് റേ, അത് 42 ഡിഗ്രി ആംഗിളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബി സി എന്ന റേ പോകുന്നത് ആ സർഫസിന് പാരലായിട്ടാണ്, കറക്റ്റ് ആ സർഫസിലൂടെ തന്നെ പോകുന്നു. അപ്പോൾ അവിടുത്തെ ആംഗിൾ റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇൻസിഡൻറ്റ് ആംഗിൾ 42 ഡിഗ്രി ആകുമ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് ആ സർഫസിന് പാരലായിട്ട് പോകും.
മൂന്നാമത്തെ പടത്തിൽ ഈ 42 ഡിഗ്രിയേക്കാളും കൂടുതലാണ് ഇൻസിഡൻ്റ് ആംഗിൾ, 43 ഡിഗ്രി എത്തിയിട്ട്. അപ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാൻ പറ്റില്ല, അത് റിഫ്ലക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. റിഫ്രാക്റ്റ് ചെയ്ത് പുറത്തേക്ക് എയറിലേക്ക് അല്ല പോകുന്നത്, സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വിച്ച് മീഡിയം ടു വിച്ച് ഡസ് ദ റേ ഓഫ് ലൈറ്റ് എൻ്റർ? ഏത് മീഡിയത്തിൽ നിന്നാണ് റേ ഓഫ് ലൈറ്റ് വരുന്നത്? ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്കാണ്. അവിടെ ആൻസർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം ഓർ ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയർ മീഡിയം ടു എ ഡെൻസർ മീഡിയം. ഫിഗറിൽ തന്നെ നമുക്കറിയാം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് പോവുക, അവിടുന്ന് എയറിലേക്കാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ when the angle of incidence increases? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻക്രീസസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി? ഇപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ നോക്കുക, ഫിഗർ ബി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. അതായത് സർഫസിന് പാരലായിട്ട് പോകുന്നു. നോർമലിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 42 ഡിഗ്രി എത്തുമ്പോഴാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി, 42 ഡിഗ്രിയാണ്. വാട്ട് പെക്യൂലിയാരിറ്റി do you notice when the light is incident at an angle greater than this angle of incidence? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ പറയുന്ന 42 ഡിഗ്രിയേക്കാളും, അപ്പോൾ 42 ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ നേരത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 42 ഡിഗ്രിയേക്കാളും, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ആ സെയിം മീഡിയത്തിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം, ഇതിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോരും. The ray is reflected back completely to the same medium without undergoing refraction. This phenomenon is known as total internal reflection.